അപ്പോൾ ഹലോ എവ്രി വൺ. അപ്പോൾ ഞാനൊരു പ്രശ്നത്തിലാണ്. അപ്പോൾ ഇതെൻ്റെ വീടാണ്, ഇതാണ് എൻ്റെ വീട്. അപ്പോൾ മൂന്നാമത്തെ നിലയിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ മൂന്നാമത്തെ നിലയിലേക്ക് എൻ്റെ വീട്ടിൽ എന്താണ് അരി കഴിഞ്ഞു. അപ്പം അരി കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അരി മേടിച്ചു. അപ്പം അരി മേടിച്ചപ്പോൾ എന്ത് ചെയ്തു, അരി കൊണ്ടുവന്ന് വന്ന ചേട്ടൻ എന്താണ് ഏറ്റവും താഴത്തെ നിലയിലാണ് ഈ വലിയ ചാക്ക് കൊണ്ടുവച്ച് 10 കിലോയുടെ അരിയുടെ ചാക്കാണ്. ഇത് താഴത്തെ ഫ്ലോറിൽ ഇരിക്കുകയാണ്. ഞാൻ മാത്രമേ ഉള്ളൂ, എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല. എനിക്കിതിൽ അരി അല്ല, ഈ ചാക്ക് എനിക്ക് മുകളിൽ എന്താണ് 3rd ഫ്ലോറിൽ കൊണ്ടുപോകണം അല്ലേ. അപ്പോൾ വേറെ ആരും ഹെൽപ്പ് ചെയ്യാനൊന്നുമില്ല. ഞാൻ ഒറ്റയടിക്ക് വന്ന് ഈ ചാക്ക് മുഴുവനായിട്ട് പൊക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പറ്റുമോ? ഇല്ല അല്ലേ, എനിക്ക് അത്രയും വലിയ ശക്തിയൊന്നുമില്ല, ജിം ബോഡി ഒന്നും അല്ല. ഒറ്റയടിക്ക് 10 കിലോ ചാക്കൊന്നും പൊക്കിയിട്ട് ലിഫ്റ്റ് ഒന്നും ഇല്ല, മേള് വരെ പോകാൻ എനിക്ക് പറ്റില്ല. പക്ഷേ എനിക്ക് ഈ ചാക്കിലുള്ള അരി മേളിൽ കൊണ്ടുപോകാലേ. ഒറ്റയടിക്ക് എന്താണ് ഒരു സിംഗിൾ ട്രൈയിൽ കൊണ്ടുപോകാൻ പറ്റില്ലെങ്കിൽ എന്താണ്, ഞാൻ വീട്ടിൽ പോയിട്ട് വേറൊരു പാത്രം എടുത്തുകൊണ്ട് വരും. എന്നിട്ട് എന്താണ് പാത്രത്തിൽ കുറേശ്ശെ അരി ആക്കിയിട്ട് ഞാൻ മുകളിൽ കൊണ്ടുപോകും. അങ്ങനെ കുറച്ചായിട്ട് എന്താണ് ഞാൻ ചാക്ക് കാലിയാക്കും അല്ലേ. അപ്പൊ അരി എനിക്ക് ഓൾ ഓഫ് എ സഡൻ എനിക്ക് എന്താണ് 10 കിലോയുടെ ചാക്ക് അരി പൊക്കി കൊണ്ടുപോയി മുകളിൽ എത്തിക്കാൻ പറ്റില്ലെങ്കിലും എനിക്ക് പറ്റാത്തൊരു ടാസ്ക് ആണോ അത്? അല്ല. എനിക്കൊരു പാത്രം എടുത്തുകൊണ്ട് വന്നാൽ സിമ്പിളായിട്ട് ആ ചാക്ക് കാലിയാക്കാം. അപ്പൊ മിസ് എന്തിനാണ് ഈ ചാക്കും അരിയും വീടും ഒക്കെ പറയുന്നതെന്നല്ല നിങ്ങൾ ആലോചിക്കുന്നത്. ഇപ്പൊ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? മിസ്സേ മോട്ടിവേഷൻ ഇല്ല, മിസ്സേ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പഠിക്കാൻ പറ്റുന്നില്ല, മിസ്സേ പഠിച്ചത് ഓർമ്മയിൽ നിൽക്കുന്നില്ല, പഠിച്ചോ മറന്നു പോകുന്നു. ഇല്ലെങ്കിൽ എന്താണ് ബുക്ക് എടുത്ത് പഠിക്കാനിരിക്കുമ്പോൾ ഉറക്കം വരുന്നു. അല്ലെങ്കിൽ എന്താണ് ഫോൺ നോക്കണം, എനിക്ക് എന്താണ് ഇൻസ്റ്റഗ്രാം നോക്കണം, എനിക്ക് യൂട്യൂബിൽ വേറെ വീഡിയോ ഒക്കെ കാണണം, പഠിക്കാൻ മോട്ടിവേഷൻ ഇല്ല. അല്ലെങ്കിൽ ഇത്രയും സിലബസ് ഞാൻ ഇങ്ങനെ പഠിച്ചു തീർക്കും, ഇനിയിപ്പം ഞാൻ പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല, എന്താണെങ്കിലും എനിക്ക് ഫുൾ A+ കിട്ടില്ല. ഇങ്ങനെ കുറേ നെഗറ്റിവിറ്റീസ് ഉണ്ട് നിങ്ങളുടെ ഉള്ളിൽ. അപ്പം അത് നമ്മുടെ ഈ ചാക്കിലെ അരി പോലെയാണ്. ഒറ്റയടിക്ക് ഞാനിത് മുഴുവൻ എടുത്ത് മുകളിൽ കൊണ്ടുപോകാൻ നോക്കിയാൽ പറ്റില്ല. എന്താ കുറച്ചായിട്ട് എനിക്ക് മുകളിലെത്തിക്കാം. ഇതേപോലെയാണ് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന നിങ്ങളുടെ സിലബസ് അല്ലേ. കുറേ സബ്ജക്ട്സ് ഉണ്ട്, കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്. എല്ലാം കൂടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും അയ്യോ ഇത് എന്താണെങ്കിലും എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് പറ്റുന്നത് പോലെ നമ്മൾ ഓരോ ദിവസവും ഓരോ ചാപ്റ്റർ വെച്ച് പഠിക്കണം. സിമ്പിൾ ടാസ്ക് ആണ്. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്താൽ മതി. ഇനി എന്താണ് എക്സാമിന് ഒരാഴ്ച മുമ്പ് വന്നിട്ട് അയ്യോ മിസ്സേ ഞാൻ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞാൽ മിസ്സിനും ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. എനിക്കറിയാം ചില ദിവസം രാവിലെ എണീക്കുമ്പോൾ എന്താണ് നമുക്ക് എല്ലാ ദിവസവും മോട്ടിവേഷൻ ഒന്നും ഉണ്ടാവില്ല. എല്ലാ ദിവസവും നമുക്ക് നല്ലോണം പഠിക്കാനൊന്നും തോന്നുന്നുണ്ടാവില്ല. ചില ദിവസം എണീക്കുമ്പോൾ നമുക്ക് പഠിക്കാനേ ഉള്ളൊരു മൂഡ് ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ആലോചിക്കണം. ഇപ്പൊ ഇന്ന് എനിക്ക് വേണമെങ്കിൽ എന്താ ഒന്നും പഠിക്കാതിരിക്കാം, പക്ഷെ എനിക്ക് എന്തെങ്കിലും ഒരു ഇത്തിരി പഠിക്കാം അല്ലെ. 1% പഠിക്കുന്നത് ഇസ് ബെറ്റർ 0%. ഒന്നും ചെയ്യാതിരിക്കുന്നതിനും ബെറ്റർ ആണ് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് യാതൊരുവിധ ഒരു മോട്ടിവേഷനും ഇല്ലാത്ത ദിവസമാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ ഫേവറേറ്റ് സബ്ജക്റ്റ് എടുക്കുക. ഇപ്പൊ മിസ്സാണെങ്കിൽ മിസ്സിന്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് എന്താണ്? കെമിസ്ട്രി ആണ്. മിസ്സിന് കെമിസ്ട്രി പഠിക്കുമ്പോൾ സന്തോഷമാണ്. അപ്പൊ മിസ് കെമിസ്ട്രി എടുക്കും. എന്താണ് കെമിസ്ട്രി നോക്കുമ്പോൾ മിസ്സിനൊരു മോട്ടിവേഷൻ കിട്ടും ബാക്കി സബ്ജക്ട്സ് പഠിക്കാൻ. അപ്പം നിങ്ങൾക്ക് ഫേവററ്റ് ആയിട്ടുള്ളത്, ഇനിയിപ്പോൾ അത് മലയാളമാണോ ലാംഗ്വേജസ് ആണോ കുഴപ്പമില്ല, നിങ്ങൾ ആ ഫേവററ്റ് സബ്ജക്റ്റ് എടുത്ത് അതിലൊരു ചാപ്റ്റർ വായിക്കാം, ചാപ്റ്റർ പഠിക്കാം. അപ്പോൾ ഇനി ചാപ്റ്റേഴ്സ് വായിക്കാൻ അല്ലെ സ്വന്തം ഇരുന്ന് പഠിക്കുമ്പോൾ മിസ്സിനൊക്കെ ആണെങ്കിൽ ഒറ്റയ്ക്ക് മിസ്സ് തന്നെ ബുക്സ് വായിച്ച് പഠിക്കുമ്പോൾ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് എന്താണ് ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷെ അന്ന് നമുക്ക് വേറെ വഴി ഉണ്ടായില്ല, ബുക്ക് തന്നെ വായിച്ച് പഠിക്കണം. കാരണം എന്താണ് ഇങ്ങനെ യൂട്യൂബിലൊന്നും വന്ന് പഠിപ്പിക്കാൻ അടിപൊളി ടീച്ചേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല അന്ന്. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് എന്താ നമ്മുടെ എക്സാമിനർ ഉണ്ടല്ലേ, നമ്മുടെ പ്ലേലിസ്റ്റ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണ് പഠിക്കേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എല്ലാം ഇങ്ങനെ ക്യാപ്സ്യൂൾ ആക്കിയിട്ട് നമ്മൾ തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഇനി ഒരു മോട്ടിവേഷനും ഇല്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ നിങ്ങൾക്കൊരു പ്ലേലിസ്റ്റിൽ എന്താണ് ഒരു ചാപ്റ്ററിന്റെ വീഡിയോസ് ഒക്കെ വാച്ച് ചെയ്താൽ മതി. വീഡിയോസ് കണ്ടു കഴിയുമ്പോൾ നമുക്ക് കൺസെപ്റ്റ് ഒക്കെ മനസ്സിലാവും. അപ്പോൾ വീഡിയോസ് കാണുന്നതിൻ്റെ ഇടയിൽ എന്താണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ നിങ്ങൾ ചെറിയൊരു നോട്ട് പാഡിൽ നോട്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് നമ്മൾ സെറ്റായി നമുക്ക് പഠിക്കാൻ പറ്റി. അപ്പം ഈ ഒരു വലിയ ചാക്കിലെ അരി നമ്മൾ ചെറിയ പാത്രത്തിലാക്കി മുകളിൽ കൊണ്ടുപോയ പോലെയാണ് നമ്മുടെ പഠിക്കലും. അപ്പം നമ്മൾ ഈ പഴഞ്ചൊല്ല് പറയും പയ്യെ തിന്നാ പനയും തിന്നാമെന്ന്. അതിൻ്റെ മീനിങ് എന്താണ്? നമുക്ക് എന്താണ് ഇങ്ങനെ കുറേ കഴിച്ച് കഴിയുമ്പോൾ പനയുടെ അത്രയും കഴിക്കാമെന്നാണോ? അല്ല അല്ലേ. നമ്മളിങ്ങനെ ചെറിയ സ്റ്റെപ്സിൽ ചെയ്ത് കഴിഞ്ഞാൽ വലിയ കാര്യങ്ങൾ വരെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഇതിലൊന്നും വലിയ ബുദ്ധിമുട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്ട്രാറ്റജി, നമ്മൾ മടുത്ത് ഇനി പഠിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പഠിക്കാൻ തോന്നുന്നില്ല എന്നൊക്കെ ഉള്ള സമയത്ത് നമ്മുടെ ഫസ്റ്റ് സ്ട്രാറ്റജി എന്താണ്?
നമ്മൾ അതിന് ബ്രേക്ക് ഡൗൺ ചെയ്ത് ചെറിയ 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 കാര്യങ്ങളാക്കി മാറ്റി. അപ്പൊ കുഞ്ഞു കുഞ്ഞു ടാസ്ക് അച്ചീവ് ചെയ്താൽ മതി. അല്ലാതെ വലിയൊരു ചാപ്റ്റർ നിങ്ങൾക്ക് കാണുമ്പോൾ അയ്യോ ഇത്രയും ഭീകരമായിട്ടുള്ളൊരു ചാപ്റ്റർ എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം അതിന്റെ പകുതി പഠിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാൽഭാഗം പഠിക്കുക, അല്ലെങ്കിൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നത്. ഇപ്പൊ ഫോക്കസ് ഏരിയ ഒക്കെ ഉള്ളത് കൊണ്ട് ഫോക്കസ് ഏരിയയിൽ കാര്യമില്ലെങ്കിലും നിങ്ങളൊരു ചാപ്റ്റർ എടുക്കുമ്പോൾ നിങ്ങൾ എന്താ ഫോക്കസ് ഏരിയ ഭയങ്കരമായിട്ട് വളരെ അധികം ഫോക്കസ് ഏരിയനെ ഫോക്കസ് ചെയ്ത് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് ഇടയിൽ മിസ്സായ പോർഷൻസ് ഏതൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ട് അത് വായിച്ചു നോക്കി അതും ഒന്ന് മനസ്സിലാക്കി വെക്കുക. അങ്ങനെ ചെറിയ ചെറിയതായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഹെവി ആയിട്ടുള്ള ലോഡില്ല, നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് എന്താണ് എടുത്തുകൊണ്ട് പോകാൻ പറ്റും. അപ്പൊ അതാണ് നമ്മുടെ ഫസ്റ്റ് ടിപ്പ്. നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് സ്വന്തം മോട്ടിവേറ്റഡ് ആയിട്ട് പഠിക്കാനുള്ള ആദ്യത്തെ ടിപ്പാണ്. ചെറിയ പീസാക്കാം, പയ്യെ പയ്യെ കഴിച്ചാൽ നമുക്ക് പനയും കഴിക്കാം എന്ന് ആലോചിക്കാം. അപ്പോൾ അതുപോലെ തന്നെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെ റിവാർഡ് ചെയ്യുക അല്ലെ. നമുക്ക് ഗിഫ്റ്റ് മേടിച്ചാൽ നമുക്ക് വേറെ ആരുടെ ആവശ്യമില്ല. നമ്മളിപ്പോ മിസ് വിചാരിക്കുകയാണ്, ഞാൻ മിസ് ഒരു എക്സാമ്പിൾ പറയാം. മിസ് നിങ്ങൾക്ക് വേണ്ടി അടിപൊളി ട്രിക്സ് ഒക്കെ കണ്ടുപിടിച്ചുകൊണ്ട് വരുമ്പോൾ ഓരോ ട്രിക്കും മിസ് കണ്ടുപിടിക്കുമ്പോൾ മിസ് എന്ത് ചെയ്യും, മിസ്സിന് തന്നെ ഒരു റിവാർഡ് കൊടുക്കും. ഇപ്പൊ എന്താണ്, മിസ് എന്താ എന്തെങ്കിലും ചോക്ലേറ്റ് മേടിച്ച് മിസ് തന്നെ കഴിക്കും. ഓക്കെ, മിസ് ഇത്രയും നല്ല ട്രിക്ക് കണ്ടുപിടിച്ചല്ലോ എന്നൊക്കെ വെച്ചിട്ട്. അപ്പൊ അതേപോലെ നിങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്യാം. ഓക്കെ, ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഞാൻ മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചു തീർക്കും, അല്ലെങ്കിൽ ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചു തീർക്കും. പഠിച്ച് തീർത്ത് കഴിഞ്ഞാൽ എന്താണ്, ഞാനൊരു കിറ്റ്കാറ്റ് മേടിച്ച് കഴിക്കും. അല്ലെങ്കിൽ എന്താ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, ചോക്ലേറ്റ്സ് ആണോ, നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മൂവി കാണണം എന്നാണോ, ഒരു മൂവി കാണാനാകുമ്പോൾ കുറേ നേരം പോകും. ഇപ്പോൾ മൂവി അല്ല, നിങ്ങൾക്ക് എന്താണ് ചെറിയ വല്ല ഫണ്ണി ആയിട്ടുള്ള വല്ല എപ്പിസോഡ്സോ നിങ്ങൾ കാണുന്ന വല്ല സീരീസോ ഒക്കെ ഉണ്ടെങ്കിൽ അതിലൊരു എപ്പിസോഡൊക്കെ നിങ്ങൾക്ക് കാണാം. അങ്ങനെ നിങ്ങൾ എൻജോയ് ചെയ്യുന്ന കാര്യം നിങ്ങൾ അന്നത്തെ ദിവസത്തെ ടാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ ചെയ്യാനുള്ള ലിസ്റ്റൊക്കെ ഇട്ടിട്ടുള്ള നിങ്ങളിങ്ങനെ സ്കെഡ്യൂൾ ഇടുമല്ലോ, ഇന്ന് രാവിലെ എണീറ്റിട്ട് ഞാൻ ഇതൊക്കെ ചെയ്യണം. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ റിവാർഡ് ചെയ്യാം. അപ്പോൾ അത് നമുക്ക് എന്താണ്, ഒരു മോട്ടിവേഷൻ ആണ്. ഓക്കെ, ഞാനിത് ചെയ്ത് കഴിഞ്ഞാൽ, മിസ് പഠിച്ചിരുന്ന സമയത്ത് മിസ് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് കളിക്കാൻ പോകണം എന്നായിരുന്നു, എനിക്ക് വൈകുന്നേരം ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ പോകണം. അപ്പൊ മിസ് വന്നിരുന്ന് വേഗം ഹോംവർക്ക് ഒക്കെ ചെയ്യും, വേഗം പഠിക്കും. സോ ദാറ്റ് എനിക്ക് എന്താണ്, കുറച്ച് നേരം പോയിട്ട് എൻ്റെ ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കാം. അപ്പൊ ഞാൻ കുറച്ചും കൂടി അധികം പ്രൊഡക്റ്റീവ് ആയിരിക്കും. കാരണം എന്താണ്, ആ സമയത്ത് ഞാൻ ഡീമോട്ടിവേറ്റഡ് ആയിട്ട് അയ്യോ ഇനിയിപ്പോൾ പഠിക്കണം എന്നൊന്നും വിചാരിക്കില്ല, വേഗം വേഗം കാര്യങ്ങൾ ചെയ്യും. കാരണം എനിക്ക് കുറച്ചു നേരം ഫ്രണ്ട്സിന്റെ കൂടെ പുറത്ത് പോയിട്ട് അവരുടെ അടുത്ത് സംസാരിക്കാം, സൈക്കിൾ ഔട്ടാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം അത് ചെയ്യാൻ നിങ്ങൾ എന്താണ് ഒരു ടൈം കൊടുക്കും എന്നുള്ള രീതിയിൽ നിങ്ങൾ സ്വയം റിവാർഡ് ചെയ്യാം. ഇനി അടുത്ത ട്രിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, നിങ്ങൾക്ക് ഫുൾ A+ ആണോ എന്താണ് വേണ്ടെങ്കിലും എത്ര കാലം നിങ്ങൾ ഇനി എന്താണ് വലിയ ഹയർ സ്റ്റഡീസിനൊക്കെ പോയിട്ട് PhD എടുക്കുന്നത് വരെ നിങ്ങൾക്ക് എപ്പോഴൊക്കെ പഠിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗോൾഡൻ ട്രിക്കാണിത്, നമ്മുടെ 20 minutes റൂൾ. അപ്പൊ 20 minutes റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ 20 മിനിറ്റേ പഠിക്കുള്ളൂ. ഞാൻ കുറെ ആൾക്കാരെ കണ്ടിട്ടുണ്ട്, അവർ പറയും ഞാൻ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞിട്ടാണ് എൻ്റെ ഡെസ്കിൽ നിന്ന് എണീക്കുള്ളൂ, അങ്ങനെയൊക്കെ പറയും. പക്ഷേ അവരെക്കാളും എഫിഷ്യൻ്റ് ആയിട്ട് ഇഫക്റ്റീവ് ആയിട്ട് പഠിക്കുന്നുണ്ടാവുക 20 മിനിറ്റ് പഠിക്കുന്ന ആൾക്കാരാണ്. എന്ന് വെച്ചാൽ നമ്മൾ 20 മിനിറ്റ് മാത്രം പഠിക്കുന്നു എന്നല്ല. ഒരു ടോപ്പിക്ക് ഞാൻ എടുത്തു, ഇപ്പം ഞാൻ പറയാണ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്ന ടോപ്പിക് ആണെങ്കിൽ നമ്മൾ 20 മിനിറ്റ് ആ ടോപ്പിക്ക് കഴിയുന്നത്, ആ ടോപ്പിക്കിലെ കാര്യങ്ങൾ 20 മിനിറ്റ്സ് പഠിക്കും. 20 മിനിറ്റ്സ് പഠിക്കാൻ പറ്റുന്നതാണ് നമ്മളപ്പോൾ പഠിക്കുന്നുള്ളൂ. ആഫ്റ്റർ 20 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 25 മിനിറ്റ്സ് നമ്മൾ അവിടെ നിർത്തും. എന്നിട്ട് അത്രയും നേരം പഠിച്ചത് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഒരു ചെറിയ നോട്ട് പാഡിൽ എന്ത് ചെയ്യും, നമ്മൾ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് എഴുതി വെക്കും. അപ്പൊ ഈ നോട്ട്സ് എന്താണ്, എപ്പോൾ എടുത്ത് നോക്കിയാലും നമുക്ക് ഓർമ്മ വരും, ഞാൻ അന്ന് പഠിച്ചപ്പോൾ ഞാൻ എഴുതിയ നോട്ട്സ് ആണ്, അപ്പൊ നമുക്കിത് റിവിഷൻ ഒക്കെ യൂസ് ചെയ്യാം. അങ്ങനെ ഈ ഒരു 5 മിനിറ്റ്സിൽ നമ്മൾ എന്താണ് ഇങ്ങനെ പഠിച്ചതൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് വെച്ച് വീണ്ടും അടുത്ത 20 മിനിറ്റ്സ് നമ്മൾ പഠിക്കണം. അപ്പൊ നമുക്ക് ബോറിംഗ് ഫീൽ ചെയ്യത്തില്ല, നമുക്ക് ഉറക്കം വരില്ല. കാരണം നമ്മൾ അങ്ങനെ ലോങ് സ്ട്രെച്ചിലിരുന്ന് പഠിക്കുന്നില്ല, 20 മിനിറ്റ്സ് ആണ് പഠിക്കുന്നത്. അപ്പൊ എപ്പോഴൊക്കെ നിങ്ങൾ എന്തൊക്കെ സബ്ജക്ട്സ് പഠിക്കുന്നുണ്ടോ ഈ 20 മിനിറ്റ്സ് റൂൾ ഫോളോ ചെയ്യുക, ഹൈലി എഫിഷ്യൻ്റ് ആയിരിക്കും. ഇനി നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ടിപ്പ് അല്ലേ, എന്താണ്, ഒരു ബ്രേക്ക് എടുക്കുക പഠിക്കണതിൻ്റെ ഇടയിൽ. ഞാൻ പറഞ്ഞു 20 മിനിറ്റ്സ് പഠിക്കാൻ. അപ്പൊ 20 മിനിറ്റ്സ് ഇങ്ങനെ എന്താണ്, ഒരു 3 അല്ലെങ്കിൽ 4 സൈക്കിൾ ഓഫ് 20 മിനിറ്റ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ലോങ് ബ്രേക്ക് എടുക്കാം, ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു 45 മിനിറ്റ്സ് ഒക്കെയോ നിങ്ങൾ ബ്രേക്ക് എടുക്കുന്നു അല്ലേ. അപ്പൊ നമുക്കൊരു കിറ്റ്കാറ്റ് ബ്രേക്ക് ഒക്കെ എടുക്കാം. നമുക്ക് ബ്രേക്ക് ഒക്കെ എടുത്തിട്ട് എന്താണ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇനി ഈ ബ്രേക്ക് എടുക്കാമെന്ന് മിസ് പറയുമ്പോൾ, ഓക്കെ മിസ് ബ്രേക്ക് എടുക്കാൻ പറഞ്ഞാണല്ലോ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ജങ്ക് ഫുഡ് ഒന്നും കഴിക്കരുത്, നമ്മൾ എന്താ ലേസി ആവും. അതേപോലെ പോയിട്ട് മൂവീസ് ഒന്നും കാണരുത്, നമ്മുടെ ബ്രെയിൻ ഡിസ്റ്റർബ്ഡ് ആവും. നമ്മൾ ഈ പഠിത്തത്തിന്റെ ഇടയിൽ എടുക്കുന്ന ലോങ് ബ്രേക്സിൽ നമ്മുടെ ബ്രെയിൻ എന്താണ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒന്നും കൂടി നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ അടക്കി ഒതുക്കി ഇൻഫർമേഷൻസിനെ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പം നിങ്ങൾ പോയിട്ട് എന്താണ് ഒരു സിനിമ കണ്ടു, അല്ലെങ്കിൽ ഹൈ ബീറ്റിൽ നിങ്ങളുടെ ബ്രെയിനിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന മ്യൂസിക് ഒക്കെ കേട്ട് കഴിഞ്ഞാൽ എല്ലാം കൂടെ തകിടം മറിയും, ബ്രെയിനാകെ കൂടെ വട്ടാകും. അപ്പോൾ ബ്രേക്ക് ടൈമിൽ എന്താണ് ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിക്കാം, അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് സംസാരിക്കാം. എന്താ ചെറിയ നിങ്ങൾ എന്താണ് ഫുൾ പഠിച്ച് ടയർഡായെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിക്കാം, ലൈം ജ്യൂസോ എന്തെങ്കിലും. അങ്ങനെ എന്താ ചുമ്മാ അതുവഴി ഇതുവഴിയൊക്കെ നടന്നു വന്ന് വീണ്ടും പഠിക്കാനിരിക്കുന്ന പോലത്തെ ലോങ് ബ്രേക്സ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ഒരു കിറ്റ്കാറ്റ് ബ്രേക്ക് ഒക്കെ എടുത്തോ, നല്ലതാണ്. ഇനി നെക്സ്റ്റ് എപ്പോഴും എന്തൊക്കെ ചെയ്താലും പഠിക്കുമ്പോൾ ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് എന്താ, നമ്മുടെ റിവിഷൻ മസ്റ്റാണ് അല്ലേ. റിവിഷൻ മസ്റ്റാണ് ബായ് എന്ന് പറയണ പോലെയാണ്. റിവിഷൻ ഇല്ലെങ്കിൽ പിന്നെ ഒരു പണിയില്ല. കാരണം എന്താണ്, നിങ്ങൾ പറയും അയ്യോ മിസ് പഠിച്ചിരുന്നു, മിസ് എക്സാം ഹാളിൽ പോയപ്പോൾ ഒന്നും ഓർമ്മയില്ല. അങ്ങനെ പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മളൊരു സോങ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എക്സാം ഹാളിൽ പോയിരുന്ന ചില ക്വസ്റ്റ്യൻസിന് ആൻസറൊക്കെ ആലോചിക്കുമ്പം നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ ചില പാട്ടുകളൊക്കെ വരും. അപ്പോൾ ഈ പാട്ടൊന്നും നമ്മൾ മറക്കുന്നില്ല. കാരണം എന്താ, നമ്മൾ വീണ്ടും ഈ സോങ് ഒക്കെ പാടി പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ ബ്രെയിനിനെ എപ്പോൾ ചോദിച്ചാലും അറിയാം. പക്ഷെ എന്തുകൊണ്ട് നമുക്കങ്ങനെ ആൻസേഴ്സ് തരുന്നില്ല? റിവിഷൻ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ആൻസേഴ്സ് വരാത്തത്. അപ്പോൾ റിവിഷൻ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ 20 minutes റൂളിൽ 20 minutes പഠിച്ച സാധനങ്ങൾ നമ്മൾ ചെറിയ നോട്ട്സ് ആക്കി എഴുതി വെക്കുന്നുണ്ട്. ഇത് നമുക്ക് റിവിഷൻ ടൈമിൽ യൂസ് ചെയ്യാം. പിന്നെ എല്ലാ ദിവസവും മിസ് അങ്ങനെയാണ് ചെയ്യാറ്. എല്ലാ ദിവസവും മിസ് എന്താ ചെയ്യാന്ന് വെച്ചാൽ അന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ രാത്രി ഇപ്പോൾ നിങ്ങൾ ഒരു 10 മണിക്ക് കിടക്കുന്ന ആളാണെങ്കിൽ ഒരു 8:30 to 10 വരെയുള്ള സമയത്ത്, അല്ലെങ്കിൽ ഒരു 9 to 10 ഒരു മണിക്കൂറായാലും മതി റിവിഷൻ ചെയ്യാനല്ലേ. പഠിച്ച കാര്യങ്ങൾ മുഴുവൻ മിസ് ഒന്ന് ആലോചിക്കും. എഴുതൊന്നുമില്ല, അന്ന് പഠിച്ച കാര്യങ്ങൾ മുഴുവൻ മിസ് ആലോചിക്കും. അപ്പം മിസ്സിന് ചില സ്ഥലത്തൊന്നും ഒരു കണക്ഷൻ കിട്ടില്ല. അയ്യോ അത് എന്തായിരുന്നു, അയ്യോ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനോ, അയ്യോ ഗ്രൂപ്പോ നമ്പർ ഓഫ് പീരീഡോ, അങ്ങനെ ചെറിയ കണക്ഷൻസ് കിട്ടാത്ത സാധനങ്ങൾ മിസ് പോയിട്ട് ഒന്നും കൂടെ റെഫർ ചെയ്യും. അങ്ങനെ ഇതെല്ലാം കണക്ട് ചെയ്ത് വെക്കും. അപ്പം എൻ്റെ ബ്രെയിനാണ് ചിന്തിച്ച് ആലോചിച്ചെടുത്തത്, അപ്പം അത് ബ്രെയിനിൽ അവിടെ സ്റ്റോർഡ് ആയി. അപ്പം റിവിഷൻ മസ്റ്റാണ്. എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചു കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട്, റിവിഷൻ ചെയ്യാൻ മടിയുള്ളവർ. അപ്പം നിങ്ങൾക്ക് എക്സാം ഹാളിൽ പോയി കഴിഞ്ഞാൽ പാട്ടുകളാണ് ഓർമ്മ വരിക, പഠിച്ചത് ഓർമ്മ വരില്ല. അപ്പം റിവിഷൻ മസ്റ്റാണ്. റിവിഷൻ വേണമില്ലെങ്കിൽ ഒരു കാര്യമില്ല. ഇനി ഇതേപോലെ തന്നെ മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ ഉറക്കം. നിങ്ങൾ ചോദിക്കും മിസ്സേ രാവിലെ എണീറ്റ് പഠിക്കണോ രാത്രി പഠിക്കണോ അല്ലേ? വളരെ വലിയൊരു ഡിസ്കഷനാണത്. രാവിലെ വേണോ രാത്രി വേണോ? അപ്പോൾ അതിനെ ഞാൻ പറയുകയാണെങ്കിൽ രാവിലെ എണീക്കാൻ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കില്ല. രാവിലെ എണീക്കുമ്പോഴാണ് നമ്മുടെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്, എഫിഷ്യൻ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ രാവിലെ എണീറ്റ് പഠിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. ഇനിയിപ്പോൾ ചില ആൾക്കാരുണ്ട് രാവിലെ എണീക്കാൻ എന്തെഴുതാൻ പറ്റില്ല. അപ്പം നിങ്ങൾ രാത്രി പഠിച്ചോ, നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ. പഠിക്കുമ്പോൾ എന്താണെങ്കിലും വൃത്തിയായിട്ട് പഠിക്കുക. നിങ്ങളിപ്പം 1 മണിക്കൂറാണ് ഇരുന്ന് പഠിക്കുന്നതെങ്കിൽ വരെ ആ സമയത്ത് ഫുൾ ആക്റ്റീവായിട്ട് നിങ്ങൾ എന്താണ് ഒരു മൂവി കാണുമ്പോൾ, ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് ഉറക്കം വരുന്നത് കുറവാണ് അല്ലേ. മിന്നൽ മുരളിയൊക്കെ കാണുമ്പോൾ നിങ്ങൾ ഫുൾ ത്രില്ലടിച്ചിരുന്ന് കാണുമായിരുന്നു. പഠിക്കുമ്പോഴും ഫുൾ ത്രില്ലിൽ ഫുൾ കോൺസെൻട്രേഷനിൽ പഠിക്കുന്ന സമയം വൃത്തിയായിട്ട് പഠിക്കുക. പിന്നെ അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സ്ലീപ്പ്. രാത്രി കുറേ നേരം ഉറക്കം ഇല്ലാണ്ടൊക്കെ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ എന്താണ്, നമ്മുടെ ഓർമ്മയൊക്കെ പോകും. അപ്പോൾ പ്രത്യേകിച്ച് എക്സാംസിൻ്റെ തലേന്നൊക്കെ ആണെങ്കിൽ എന്താണെങ്കിലും നിങ്ങൾ നല്ലോണം ഉറങ്ങണം. അതേപോലെ തന്നെ നല്ലോണം വെള്ളവും കുടിക്കണം. അപ്പോൾ ഈ എന്താണ് സ്ലീപ്പ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നല്ലോണം ഉറക്കം വേണം. എപ്പോഴും നിങ്ങൾക്കൊരു 8 hours ഓഫ് സ്ലീപ്പ് മസ്റ്റാണ്. അപ്പം ആ ഒരു സ്ലീപ്പ് ടൈമും കൂടി സെറ്റാക്കിയിട്ട് വേണം പഠിക്കാൻ. അല്ലാണ്ട് ഇനിയിപ്പോൾ ഞാൻ ഉറങ്ങുന്ന സമയം കൂടി പഠിക്കാമെന്നൊന്നും വിചാരിക്കരുത്. അതെന്താണ് ഇഫക്റ്റീവ് അല്ല. അപ്പോൾ ഈ ടിപ്സ് ഒക്കെ ഫോളോ ചെയ്താൽ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവും പഠിക്കാൻ. ആരുടെ അടുത്തും പോയിട്ട് മിസ്സേ എനിക്ക് ഇച്ചിരി മോട്ടിവേഷൻ തരുമെന്നൊന്നും പറഞ്ഞ് ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തന്നെ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് പഠിക്കും, ഫുൾ A+ മേടിക്കും. ഇനി വരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയറും ചെയ്യുക. Exam Winner. Crack your exams with Exam Winner and be a true winner.